ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ ചന്ദ്രശേഖരൻ, പ്രസിഡന്റ് GDPS തൃശ്ശൂർ ജില്ല, സ്വാഗതം പറഞ്ഞ ശ്രീ സഞ്ജു കാട്ടുങ്ങൽ, വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ TB വിജയകുമാർ, എഴുത്തച്ഛൻ സമാജത്തിൻ്റെ നേതാവ്, ശ്രീ സുധീശം രഘു, പ്രമുഖനായ പ്രാസംഗികനും ചിന്തകനും, ശ്രീ സുധീഷ് ബാബു, ശ്രീ ബാൻശ്രീ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ഭാരവാഹികൾ, സുഹൃത്തുക്കളെ, ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശ്രീനാരായണ മാനവധർമ്മത്തിനെ കുറിച്ചാണ്. അത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് ഈ അവസരം തന്ന ഗുരുധർമ്മ പ്രചാര സഭയോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞാൻ ആദ്യം എന്താണ് മാനവധർമ്മം എന്നുള്ള വളരെ ഹ്രസ്വമായി പറയുകയും അത് എങ്ങനെ അത് ഉത്ഭവിച്ചു എന്ന് പറയുകയും പിന്നെ അത് എന്തുകൊണ്ട് ഉത്ഭവിച്ചു എന്നും ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അവസാനം ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ശ്രീ സുധീഷ് പ്രഭുവും ശ്രീ സുധീഷും മറ്റു ശ്രീ BR ജോഷിയും, തൃശ്ശൂർ നിന്നുള്ള ശ്രീ അമൽ സി രാജനും ശ്രീ ഡോക്ടർ ശ്യാം കുമാറും, ഇങ്ങനെ ഞങ്ങൾ കുറച്ചുപേരെ എല്ലാവരും കൂടെ ശ്രീ സുധീഷ് ബാബു ശ്രീനാരായണ മാനവധർമ്മം കൂട്ടായ്മ എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കി കുറച്ച് മാസങ്ങൾ മുമ്പ്. എന്നിട്ട് ഈ ശ്രീനാരായണ മാനവധർമ്മത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? അത് 100 വർഷം അവഗണിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. 1925 ഒക്ടോബർ 8-ാം തീയതി കേരള കൗമുദിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുദേവനും മഹാനായ പത്രാധിപരായ ശ്രീ CV കുഞ്ഞിരാമനും തമ്മിലുള്ള ഒരു സംവാദം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗുരുദേവൻ്റെ മഹാസമാധിക്ക് ഉദ്ദേശം 3 വർഷം മുമ്പാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇതിൽ വളരെ വളരെ വിസ്തരിച്ച് ഗുരുദേവൻ്റെ ഉപദേശസാരം എന്താണെന്ന് ആ വാക്കുകളിൽ വിവരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഗുരുദേവനെ കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ പത്രാധിപർ CV കുഞ്ഞിരാമനും ഗുരുദേവനും തമ്മിൽ നടന്ന സംവാദം. വളരെ വളരെ സുപ്രധാനമാണ്. അത് നമ്മൾ എല്ലാവരും വായിച്ചിരിക്കണം എന്ന് ഞാൻ വിനീതപൂർവം അഭ്യർത്ഥിക്കുകയാണ്. ആ സംവാദത്തിൽ ആണ് ഗുരു പറയുന്നത്, നിർദ്ദേശിക്കുന്നത്, നമ്മൾ മാനവധർമ്മം ആണ് നമ്മുടെ മതത്തിൻ്റെ പൊതുപ്പേര് എന്ന് നമ്മൾ ഉപയോഗിക്കണം എന്ന നിർദ്ദേശം ഗുരു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ശ്രീനാരായണീയരോട്. അതെന്തുകൊണ്ട് ഗുരു വെച്ചു? അത് മനസ്സിലാക്കണമെങ്കിൽ ആ സംവാദത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ ഗുരു പറയുന്നു, ദേശകാല ആവശ്യമനുസരിച്ച് കാലാകാലങ്ങളിൽ മഹാഗുരുക്കൾ ചില സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളും സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വയ്ക്കും. അത് പറയുന്നതിന് മുമ്പ് ഗുരു പറഞ്ഞു,
എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്നല്ല, പല സനാതന ധർമ്മങ്ങൾ ആണെന്നാണ് ഗുരു പറഞ്ഞത്. സനാതന ധർമ്മം എന്ന് ഗുരു പറയില്ല. സനാതന ധർമ്മങ്ങൾ, എല്ലാ മതത്തിൻ്റെയും അടിത്തറ സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളുമാണ് എന്ന് ഗുരു പറയുന്നു. അതിൻ്റെ ഉത്ഭവം മഹാഗുരുക്കൾ ദേശകാലാവശ്യമനുസരിച്ച് മുന്നോട്ട് വയ്ക്കുന്ന സനാതന മൂല്യങ്ങളും ധർമ്മങ്ങളിൽ നിന്നുമാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗുരു പറഞ്ഞു, ഹിംസ കലശലായപ്പോൾ ഈ ഇൻഡോ ആര്യൻ ട്രൈബ്സ് ഒരു സെറ്റിൽഡ് പവേഴ്സായി വരുന്നു. അവർ തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ എന്ന സനാതന മൂല്യം, സനാതന ധർമ്മം മുന്നോട്ട് വെച്ചു. സ്നേഹത്തിൻ്റെ അഭാവം ഉണ്ടായപ്പോൾ യേശു ക്രിസ്തു സ്നേഹം എന്നുള്ള സനാതന മൂല്യവും ധർമ്മവും മുന്നോട്ട് വെച്ചു. സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം എന്ന സനാതന ധർമ്മവും മൂല്യവും മുന്നോട്ട് വെച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെയും യേശുവിൻ്റെയും നബിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഗുരു ചോദിക്കുന്നു, 1925 ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഭാരതത്തിനല്ല, ഇന്ത്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ഗുരു ചോദിക്കുന്നു. അതായത് ആ തലത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഹിംസയ്ക്കെതിരെയുള്ള അഹിംസയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആ തലത്തിൽ ഇന്ന് ഇന്ത്യ നേരിടുന്നതും നേരിടാൻ പോകുന്നതുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ഗുരു ചോദിച്ചിട്ട് ഗുരു തന്നെ മറുപടി പറയുകയാണ്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. 1925 പറയാണ് ഗുരു, ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷമാണ്. അതാണ് ഈ ആലുവയിൽ തുടങ്ങി അയോധ്യയിൽ അവസാനിച്ച രക്തത്തിൽ പുരണ്ട നൂറ്റാണ്ട് ഗുരുവിൻ്റെ പ്രവചനത്തിൻ്റെ സത്യത്തിനെ തെളിയിക്കുന്നു. അപ്പം ഇതായിരുന്നു ഗുരു മുന്നോട്ട് വെച്ച ഒരു സങ്കല്പം. അതായത് ഇതാണ് പ്രശ്നം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷം, മത്സരം ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഗുരു സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളും മുന്നോട്ട് വെച്ചു. അതിൻ്റെ ആ ഗുരു മുന്നോട്ട് വെച്ച ഈ സംഘർഷം ഇല്ലാതെ വരുത്താൻ, ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ, ശാന്തി ഉണ്ടാക്കാൻ ഗുരു മുന്നോട്ട് വെച്ച സങ്കല്പങ്ങളുടെ ഒരു ഫ്രെയിംവർക്കാണ് മാനവധർമ്മം. അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരു ഇതിനു വേണ്ടി മതം എന്താണ്, ജാതി എന്താണ് എന്നുള്ള സങ്കല്പങ്ങളെ വളരെ വിപ്ലവകരമായി തിരുത്തി. ഒരിക്കലും ഈ ലോകത്ത് കാണാൻ ഒക്കാത്ത വിധത്തിൽ പുതിയ സങ്കല്പങ്ങൾ ഗുരു മുന്നോട്ട് വെച്ചു. ഗുരു പറഞ്ഞു, ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ജന്മരീതി എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന രീതി. അതായത് മനുഷ്യർ ജനിക്കുന്നത്, ഒരു സ്ത്രീ അമ്മ പ്രസവിച്ചിട്ടാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. അല്ലാതെ ചില മനുഷ്യർ അമ്മ പ്രസവിച്ചും ചില മനുഷ്യർ അച്ഛൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്നതല്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു യോനി, ഒരു ആകാരം. ഇപ്പം ജാതി എന്ന വാക്കിൻ്റെ, സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ ജന്മരീതി എന്നാണ്. അപ്പോൾ ഒരു ജാതി എന്ന് വെച്ചാൽ ഒരേ ജന്മരീതി ഉള്ളൊരു കൂട്ടം മാത്രമാണ് ഒരു ജാതി. അതുകൊണ്ട് ഗുരു പറഞ്ഞു, ഒരു ജാതി മനുഷ്യന്, അതായത് മനുഷ്യന് ഒരു ജാതി മാത്രമേ ഉള്ളൂ, ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ, ഒരു യോനി, ഒരു ആകാരം. എല്ലാ മനുഷ്യരും, ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും
ഒരു സ്ത്രീയിൽ നിന്നും പ്രസവത്തിലൂടെ ജനിക്കുന്നവരാണ്. ആനകൾക്കൊരു ജന്മരീതി, പൂമ്പാറ്റയ്ക്കൊരു ജന്മരീതി, കുതിരയ്ക്കും പശുവിനും ജന്മരീതികൾ, മത്സ്യത്തിന് ജന്മരീതി, മനുഷ്യനൊരു ജന്മരീതി, ഒരു സ്പീഷീസ്. ഗുരു പറയുന്നു ഈ സത്യം, മനുഷ്യൻ ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്ത് അറിയാത്ത കോപ്പിന് ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ. കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രമേ, മനുഷ്യർക്ക് ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൂടാ. ബാക്കി ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അത് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ. കഷ്ടം എന്ന് ഗുരു പറയുന്നു. കാരണം എന്താണ്? ഈ ബ്രാഹ്മണാദികൾ വിശ്വസിക്കുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ജന്മരീതി എന്താണെന്ന് ഇന്ന് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം പറയുന്നില്ല. മനുഷ്യൻ എന്നൊരു വാക്യേ അവിടെ വരുന്നില്ല. മറിച്ച് പുരുഷ സൂക്തം പല ഇനങ്ങളുടെ ഉൽപ്പന്ന രീതി പറയുന്നു. തലയിൽ നിന്നു ചന്ദ്രൻ, കണ്ണിൽ നിന്നു സൂര്യൻ, കാലിൽ നിന്നു പൃഥ്വി, കന്നുകാലികൾ, കഴുതകൾ, 2 വരി പല്ലുള്ള മൃഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ജന്മരീതികൾ പറയുന്നു. ഈ കഴുതയുടെയും കന്നുകാലിയുടെയും ഒക്കെ നടുവിൽ 4 ഇനങ്ങളുടെ പേര് പറയുന്നു, അവരുടെ ജന്മരീതിയും പറയുന്നു. ആ 4 ഇനങ്ങൾ എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അവരുടെ ജന്മരീതി എന്താണ്? നമുക്കറിയാം. ഒരാൾ വിരാട്ട പുരുഷന്റെ തലയിൽ നിന്നും, തോളിൽ നിന്നും, വയറിൽ നിന്നും, തൊടയിൽ നിന്നും, കാലിൽ നിന്നും. ഇത് പുരുഷ സൂക്തം ഋഗ്വേദം പറയുന്നു. അപ്പൊ ജാതി എന്നുള്ള വാക്ക് ജന്മരീതി ആയതുകൊണ്ട് 4 വ്യത്യസ്ത ജന്മരീതിയുള്ള ഇനങ്ങളെ ഋഗ്വേദത്തിൽ പുരുഷ സൂക്തം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് 4 ജാതികൾ, പല ജാതികളും ഉണ്ട്. ഈ കഴുതകളും ജാതികളാണ്. എന്ന് വെച്ചാൽ അവർക്കെല്ലാം ജന്മരീതി പറയുന്നു പുരുഷ സൂക്തം, ഇങ്ങനെയാണ് അവരുണ്ടാകുന്നത്. പക്ഷേ മനുഷ്യരായി നമ്മൾ കാണുന്ന, അവർക്കറിയില്ല, പക്ഷേ നമുക്കറിയാം അവർ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരായി കാണുന്ന കൂട്ടത്തിൽ 4 കൂട്ടത്തിന് മാത്രം 4 ജന്മരീതി, അതായത് 4 ജാതികൾ. ജാതി എന്ന് വെച്ചാൽ ജന്മരീതി. അപ്പൊ 4 ജന്മരീതി എന്ന് വെച്ചാൽ 4 ജാതികളെ ഋഗ്വേദം ഉണ്ടാക്കുന്നു, പുരുഷ സൂക്തം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ഋഗ്വേദം പറയുന്നു മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ 4 ഇനങ്ങൾ, മനുഷ്യരെന്ന് നമ്മൾ കരുതുന്ന 4 ഇനങ്ങൾക്ക് 4 ജന്മരീതിയുണ്ട്, 4 ജാതിയുണ്ട്. അങ്ങനെ മനുഷ്യരുടെ ഇടയിലുള്ള ജാതി ഋഗ്വേദം ഉണ്ടാക്കുകയാണ്, പുരുഷ സൂക്തം ഉണ്ടാക്കുകയാണ്. മറിച്ച് ഗുരുദേവൻ പറയുന്നു ഒരു ജാതി മനുഷ്യന്, ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ മനുഷ്യൻ. ഈ 3 വാക്കുകളിലൂടെ ഒരു ജാതി മനുഷ്യൻ എന്ന 3 വാക്കുകളിലൂടെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിനെ ഗുരു പൊളിക്കുകയാണ്. വർണ്ണത്തിനെയും പൊളിക്കുകയാണ്. എന്താണ് വർണ്ണം? ഈ 4 ജാതി, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. അപ്പൊ ചാതുർവർണ്ണ്യം 4 വർണ്ണങ്ങൾ. ഇപ്പൊ ഈ 4 എന്താണ്? ഈ 4 ഇനങ്ങളാണ്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഈ 4 ഇനങ്ങളെ അവർ ഈ കന്നുകാലിയും കഴുതയുടെ ഒക്കെ കൂടെ അല്ലേ ലിസ്റ്റിൽ കിടക്കുകയല്ലേ. അപ്പോൾ അവർ മനുഷ്യരാണ്, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കാൻ വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി വർണ്ണം എന്നുള്ളൊരു വാക്ക് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ വർണ്ണം, ഈ 4 ജാതികൾക്ക് വർണ്ണങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ 4 ജാതികൾ ശ്രേണീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. വർണ്ണങ്ങളും ശ്രേണീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം ഈ ജാതി എന്ന് പറയുന്നത് എന്താണെന്ന് ഗുരുദേവൻ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു. ജന്മരീതിയാണ്, മനുഷ്യന് ഒരു ജന്മരീതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു ജാതി ഇല്ല എന്ന് പറയുന്നില്ല, ഒരു ജാതി മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ജാതി. അതുകൊണ്ടാണ് ജാതി ഭേദം മതദ്വേഷം, ജാതി ഭേദമില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയാണ്, ജാതി ഭേദമില്ല എന്ന് ഗുരുദേവൻ വളരെ വ്യക്തമായി പറയുന്നു, വളരെ ക്ലിയറാണ്. അപ്പൊ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരം, സംഘർഷമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഗുരുദേവൻ പറയുന്നു.
അതിനുവേണ്ടി ഗുരുദേവൻ ജാതി എന്താണെന്ന് സ്പഷ്ടമാക്കുന്നു, ജാതി ഭേദം ഇല്ലാതാക്കുന്നു. എല്ലാവരും, എല്ലാ മനുഷ്യരും ഒരു ജാതി ആണ്. ഇതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാകരുത്, ജാതിയുടെ പേരിൽ മത്സരം ഉണ്ടാകരുത് എന്നുള്ള വിശദീകരണം ഗുരു നമുക്ക് തരുന്നു. മതത്തിൻ്റെ സങ്കല്പവും ഗുരു മാറ്റുന്നു. മതം എന്ന് വെച്ചാൽ നമ്മളെല്ലാം കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെ പോലെയാണ്, ഒരു പ്രവാചകന്റെ വാക്കുകളാണ്, ഒരു ഹോളി ബുക്ക്, വേദങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ് മതം, അല്ലെങ്കിൽ പൗരോഹിതർ പറയുന്നതാണ് മതം, ഒരു ഡോക്ട്രിനാണ്, ഒരു കോണ്ടന്റ് ഓഫ് എ ഹോളി ബുക്കാണ്, അല്ലെങ്കിൽ ഒരു വേർഡ്സ് ഓഫ് എ പ്രീസ്റ്റ് ഓർ സന്യാസി ഓർ ഋഷിയാണ് മതം. പക്ഷെ ഗുരു പറയുന്ന അതല്ല മതം. ഗുരു പറയുന്നത് മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണെന്ന്. അഭിപ്രായം. ഗുരു അതിൽ പറയുന്നു, രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല എന്ന് ഗുരു പറയുന്നു. രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല. ഇത് ഭഗവാൻ രാമനും ഭഗവാൻ കൃഷ്ണനും ആകാം, അല്ലെങ്കിൽ സാധാരണ രാമനും സാധാരണ കൃഷ്ണനും ആകാം. എന്ന് വെച്ചാൽ ഗുരു പറയുന്നു അറിവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ ഈ സ്രോതസ് ഏതായാലും, വേദങ്ങളായാലും ഖുറാനായാലും ബൈബിളായാലും എന്തായാലും, അവസാനം ഈ അറിവ്, മതത്തിനെ കുറിച്ച അറിവ് ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയുടെയും അറിവായാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്ന വൈഷ്ണവരും ശൈവരും സുന്നിയും ഷിയായും പ്രൊട്ടസ്റ്റന്റും കാത്തലിക്കും എല്ലാം ഒരേ മതത്തിൽപ്പെട്ട, ഒരേ സ്രോതസ്സുള്ള ആൾക്കാർ പോലും തമ്മിൽ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ മതത്തിൻ്റെ അറിവ്, അണ്ടർസ്റ്റാൻഡിങ് വ്യത്യസ്തമാണ്, യുണീക്കാണ്. എല്ലാവർക്കും നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഞാൻ പറയുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണുള്ളത്, അറിവാണ് ഉണ്ടായി വരുന്നത്. അല്ലാതെ ഒരു കലക്റ്റീവ് മൈൻഡില്ല മനുഷ്യന്, ഒരു കലക്റ്റീവ് മൈൻഡില്ല. അത് ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു, പക്ഷെ അത് സാധ്യമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ അറിവും നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന അറിവാണ്. അപ്പോൾ ഗുരു പറയുന്നു, മതം എന്ന് വെച്ചാൽ വ്യക്തിയുടെ അഭിപ്രായമാണ് മതം. അത് അല്ലാതെ ഒരു ഡോക്ട്രിനല്ല. രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല. അപ്പോൾ ഗുരു പറയുന്നത്, ഒരാളുടെ മതം അറിയണമെങ്കിൽ അയാളോട് സംസാരിക്കണം. ഇപ്പം അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു. ഞാൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുസ്ലിം മതത്തിനെ കുറിച്ച് കുറേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ അബ്ദുള്ളയുടെ മതം ഇതാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. പക്ഷെ അബ്ദുള്ളയുടെ മതം എന്താണെന്ന് അഭിപ്രായം, മതം എന്ന് വെച്ചാൽ ഗുരു പറയുന്ന അഭിപ്രായം എന്നാണ്. അഭിപ്രായം എന്താണെന്ന് അബ്ദുള്ളയോട് ചോദിച്ച് മനസ്സിലാക്കിയാലേ എനിക്ക് മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. എനിക്കൊരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ ഒക്കില്ല, വെറുതെ ഒരു അസംഷൻ എടുക്കാൻ ഒക്കില്ല. ഇയാൾ മുസ്ലിം ആയതുകൊണ്ട് ഇയാൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നു. ചിലപ്പോൾ വിശ്വസിക്കാമായിരിക്കാം, വിശ്വസിക്കില്ലായിരിക്കാം. അതെന്താണ് നമ്മൾ അപ്പോൾ വ്യക്തിയുടെ സംവാദത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മതങ്ങൾ എന്താണെന്ന് അറിയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഗുരു എന്ത് പറയുന്നു, ഗുരു ഒരു മതത്തിനോടുള്ള അപ്രോച്ച് എന്തായിരിക്കണം എന്ന് പറയുന്നു. ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് വളരെ വളരെ സുപ്രധാനമാണ്. വ്യക്തിയുടെ വിശ്വാസം എന്താണെന്ന് ഗുരുവിനൊരു പ്രശ്നമല്ല. എന്തിലും വേണമെങ്കിലും വിശ്വസിച്ചോളൂ. പക്ഷേ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണം. എൻ്റെ വിശ്വാസം അപരനും സുഖത്തിനായി വരയണം, അപരനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്ന രണ്ടുപേര് വേറെ വേറെ സമയങ്ങളിൽ ഗുരുദേവൻ്റെ അടുത്ത് പോയി പറയുന്നു, കുട്ടിച്ചാത്തൻ എന്നെ ശല്യം ചെയ്യുന്നു. ഗുരുദേവൻ ചോദിക്കുന്നു, എനിക്കെന്ത് ചെയ്യാം? അപ്പോൾ അവർ പറയുന്നു, ഗുരുദേവൻ ഒരു എഴുത്ത് കൊടുത്താൽ അവർ ശല്യം നിർത്തും. ഉടനെ ഗുരുദേവൻ ഒരു കടലാസ് എഴുതുന്നു, ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ദയവായി ഇന്നാരെ ശല്യം ചെയ്യരുത് നാരായണ ഗുരു എന്ന് എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുന്നു, ഗുരുദേവൻ, വളരെ സുപ്രധാനമാണിത്, ഗുരുദേവൻ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ പറയുന്നത്, എൻ്റെ വിശ്വാസമല്ല പ്രശ്നം, ഇദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആരെയും ശല്യം ചെയ്യുന്ന വിശ്വാസമല്ല, അതിനെ ഞാൻ ആദരിക്കും. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഞാൻ എഴുതി കൊടുത്താൽ കുട്ടിച്ചാത്തൻ ശല്യപ്പെടുത്തില്ല, അതുകൊണ്ട് ആ വിശ്വാസത്തിനെ ഞാൻ മാനിക്കുന്നു, ഞാൻ എഴുതി കൊടുക്കുന്നു. അപ്പം ഗുരുദേവന്റെ വിശ്വാസത്തിനെ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഗുരുദേവന്റെ വിശ്വാസം എന്താണെന്ന് ഇന്ന് വരെ രഹസ്യമാണ്, നമുക്ക് ആർക്കും അറിയില്ല.
ഗുരുദേവൻ എപ്പോഴും എല്ലാവരുടെയും വിശ്വാസങ്ങളിൽ വഴി തെളിക്കുമായിരുന്നു. ഇതിന് മറ്റൊരു തെളിവ്, നടരാജ ഗുരുദേവനെ കുറിച്ച് ഒരു ബുക്ക് എഴുതി, വർക്ക് ആൻഡ് ലൈഫ് ഓഫ് ഗുരു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ. അതിൽ നടരാജ ഗുരു മാത്രമേ വിവരിക്കുന്നുള്ളൂ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നപ്പോൾ അവിടെ ഗുരു എന്ത് പറഞ്ഞു, അവിടെ നിന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് നടരാജ ഗുരു വിവരിക്കുന്നു. നടരാജ ഗുരു ആ സമയത്ത് ജനിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡോക്ടർ പൽപ്പുവാണ്. അദ്ദേഹത്തിന് ഗുരുവിനെ നേരിട്ടറിയാം. അപ്പോൾ അച്ഛൻ്റെ അടുക്കൽ നിന്നും ഗുരുദേവൻ്റെ അടുക്കൽ നിന്നും സ്വയം കിട്ടിയ അറിവാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. ഈ ബുക്ക്, എൻ്റെ അറിവിൽ ഈ ബുക്കിൽ മാത്രമേ കൊട്ടേഷൻ മാർക്കിൽ ഗുരുദേവൻ അവിടെ എന്ത് പറഞ്ഞു, 33-34 വയസ്സുള്ള യുവ സന്യാസി ഈ പ്രതിഷ്ഠ ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു എന്ന് വിവരിക്കുന്നത് ഈ ബുക്കിൽ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ വായിക്കുന്നത് ഗുരുദേവൻ നെയ്യാറിൽ ഇറങ്ങി ഒരു ശില എടുത്തു കൊണ്ടുവന്നു, അവിടെ നിന്നു, ഭയഭക്തിയോടുകൂടി ജനങ്ങൾ പ്രാർത്ഥിച്ചു, ഗുരു ശില പിടിച്ചു, ഇതൊക്കെ ശരിയാണ്, പിടിച്ചു, എന്തോ പറഞ്ഞു, കണ്ണിന്ന് കണ്ണീരൊഴുകി, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം നടരാജ ഗുരു വ്യത്യസ്തമായി പറയുന്നു. എന്താണ്? ഈ ജനങ്ങൾ അവിടെ നിന്നത് ഭയഭക്തിയോടുകൂടിയല്ല, സംശയത്തോടു കൂടിയാണെന്ന് നടരാജ ഗുരു പറയുന്നു. അവരുടെ ഒരു സംശയം, ഈ 33-34 വയസ്സുള്ള യുവസ്വാമിക്ക് ഇതുവല്ല അറിയാമോ, ഇതുവല്ലം തെറ്റായി ചെയ്താൽ നമ്മുടെ തലയിലായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം എന്നുള്ള സംശയം, ഭയം, അതായിരുന്നു ഭയം. പിന്നെ അതിനേക്കാളും വലിയൊരു സംശയം, ഈ ഗുരുദേവൻ ഇന്ന് വരെ നമ്മളോട് എപ്പോഴും പറയുന്നത് എന്താണ്? ഈ ശിവൻ ഒരു സാധാരണ മനുഷ്യനാണ്, ദൈവമല്ല എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഒരു പ്രിയങ്കരനായ ഗോത്രവർഗ നേതാവാണ്. അതുകൊണ്ട് അവരെ ഒരുപാട് സ്നേഹം കാണിക്കുന്നു, ആദരവ് കാണിക്കുന്നു. അതിനെ നമ്മൾ ഭക്തിയായിട്ട് എടുക്കരുത്, നമ്മൾ അത് ദൈവമല്ല എന്ന് പറയുന്നു. അപ്പൊ ദൈവമല്ല എന്ന് പറയുന്ന ശിവനെ എങ്ങനെ ഈ യുവസ്വാമി പ്രതിഷ്ഠിക്കുന്നു? ഇതിൽ കാപട്യമുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള സംശയം. ആ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ അവസാനം വരെ എല്ലാ പ്രതിഷ്ഠയും ഗുരു ചെയ്തത് സ്വന്തം വിശ്വാസത്തിനെ പ്രകടിപ്പിക്കാനല്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തിന് വഴിതെളിക്കാനാണ്. അതുകൊണ്ടാണ് ഗുരു അവരോട് ചോദിച്ചു, അവർ ക്ഷേത്രം വേണമെന്ന് പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചു തരാം. പ്രതിഷ്ഠ എന്തായിരിക്കണം? നമ്മൾ ഗുരു പ്രതിഷ്ഠിച്ച ഒരു പുണ്യഭൂമിയിലാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നത്. ഇവിടെയും അത് തന്നെ ഉണ്ടായി കാണും. ഗുരു എപ്പോഴും ചോദിക്കുന്നത് എന്ത് പ്രതിഷ്ഠയാണ് വേണ്ടത്. അവർ പറയുന്ന പ്രതിഷ്ഠ ചെയ്തു കൊടുക്കുകയാണ് ഗുരു. ഗുരു ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യനോ പള്ളിയോ മോസ്കോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതും ഉണ്ടാക്കി കൊടുത്തേനെ. ഒരു ക്രിസ്ത്യൻ വന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളുടെ എന്താ പ്രായം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്തു മതത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു, ബുദ്ധിസ്റ്റാണെന്ന് പറഞ്ഞു. വക്കം മൗലവി പറഞ്ഞു, കേരളത്തെ ചരിത്രത്തിൽ ആകപ്പാട് ഒരൊറ്റ ജെന്യുവിൻ മുസ്ലിമേ ഉണ്ടായിട്ടുള്ളൂ, അത് നാരായണ ഗുരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ട ഒരു ഗുരുവായിരുന്നു. പക്ഷെ ഗുരുവിൻ്റെ സ്വന്തം വിശ്വാസം എന്താണ് എന്നുള്ളത് ഗുരു രഹസ്യമായി വെച്ചു, ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കും അറിയില്ല. നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ആ വിശ്വാസം ഞാൻ എൻ്റെതാക്കിയേനെ ഗുരു പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഗുരു എന്നെ നിർബന്ധിക്കുന്നതാണ്, എനിക്ക് എൻ്റെ സ്വന്തം വിശ്വാസം ഞാൻ ഉണ്ടാക്കണം. ഗുരുവിൻ്റെ വിശ്വാസം പകർക്കാൻ എനിക്ക് പറ്റില്ല. ആ വിശ്വാസത്തിന് സദാചാരം പുലർത്തിയാൽ ഗുരു വഴിതെളിക്കും, ഗുരു അനുഗ്രഹിക്കും. ദൈവം വേണ്ട, അല്ല ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് മഹാനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞപ്പോൾ അതിനെയും സ്വീകരിച്ചു സന്തോഷിച്ച ഗുരുവാണ്. അപ്പോൾ ഗുരു വിശ്വാസം വ്യക്തിപരമാണെന്നും ഒരു ഡോക്ട്രിൻ അല്ല എന്നും, ആ വിശ്വാസത്തിനെ നമ്മൾ ആദരിക്കണം, എല്ലാ വിശ്വാസത്തിനെയും നമ്മൾ ആദരിക്കണം എന്നും പറഞ്ഞ ഒരു പുനർചിന്ത, ഒരു വിപ്ലവകരമായ ഒരു പുനർചിന്ത നടത്തി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. മതം എന്താണെന്നുള്ള സങ്കല്പം തന്നെ നമ്മൾ പുതുതായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ അഹങ്കാരം കാണിക്കുന്നു, അദ്വൈതമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മതം, ഈ ലോകത്തിന് ആ മതമാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്, അത് എല്ലാ മതങ്ങളെക്കാളും നല്ലതാണ്. ഇങ്ങനത്തെ ഒരു അഹങ്കാരം ഗുരുവിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിചാരിക്കും എൻ്റെ മതമാണ് ഏറ്റവും വലിയ മതം.
അപ്പോൾ ഗുരു പ്രശ്നവൽക്കരിച്ചത് ആരുടെയും വിശ്വാസത്തിനെ അല്ല ഗുരു പ്രശ്നവൽക്കരിച്ചത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. പക്ഷെ ഗുരു പ്രശ്നവൽക്കരിച്ചത് വേറെ ആരും പ്രശ്നവൽക്കരിക്കാത്ത മറ്റൊരു കാര്യമാണ് ഗുരു പ്രശ്നവൽക്കരിച്ചത് ഈ സംവാദത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. എൻ്റെ വിശ്വാസം എന്താണെങ്കിലും മറ്റുള്ള ഒരാളുടെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ സമീപിക്കും, ഇതാണ് പ്രശ്നം. ആ സമീപനത്തിലാണ് മതസംഘർഷവും മതസൗഹാർദ്ദവും നിലനിൽക്കുന്നത്. എൻ്റെ വിശ്വാസത്തിൽ നിന്ന് മതസംഘർഷവും മതസൗഹാർദ്ദവും ഉണ്ടാകില്ല. നമ്മളെല്ലാവരും ഒരേ മതമാണെങ്കിലും സംഘർഷം ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അല്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ സമീപനത്തിൽ നിന്നും സംഘർഷവും സൗഹാർദ്ദവും ഉണ്ടാകുന്നു. അതാണ് ഗുരു പ്രശ്നവൽക്കരിച്ചത്. അതിന് നമ്മൾ എങ്ങനെ സമീപിക്കണം, മറ്റൊരാളുടെ മതത്തിനെ, നമ്മളുടെ മതത്തിന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരാളുടെ മതത്തിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് ഗുരുവിനെ പോലത്തെ ഒരു ഉപദേശം ഈ ലോകത്ത് ആരും തന്നിട്ടില്ല. ആ ഉപദേശത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇന്ന് മണിപ്പൂരിലും ഗാസയിലും ഒക്കെ യുദ്ധം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മറ്റുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ആ വിശ്വാസത്തിനെ എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു ഗുരു ഇല്ലാതെ പോയി. ഈ കേരളത്തിൽ താരതമ്യേന സമാധാനം നിലനിൽക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഗുരു ഉണ്ടായിരുന്നുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളൊരു വ്യക്തിയുടെ വിശ്വാസത്തിനെ സമീപിക്കുന്നത്? അത് അഹങ്കാരത്തിലായിരിക്കരുത്. അത് സമഭാവത്തോടുകൂടിയും സ്നേഹത്തോടുകൂടി ആയിരിക്കണം, ആദരവോടുകൂടി ആയിരിക്കണം. അതിൻ്റെ ഒരു ദശപഥമാർഗം ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. ഗുരു പറയുന്ന ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പം ഗുരുവിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ മതത്തിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. അതിനാദ്യത്തെ റിക്വയർമെൻറ്റ് ഗുരു പറയുന്നത് എല്ലാവരും എല്ലാ മതങ്ങളെയും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം എന്നാണ്. അനുസരിക്കണം എന്നല്ല, വിശ്വസിക്കണം എന്നല്ല. ഗുരു വിശ്വാസത്തിന് ഒരിക്കലും ആരെയും എന്തെങ്കിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വിശ്വാസവും ബുദ്ധിയും ഒന്നിച്ച് നിൽക്കില്ല. വിശ്വാസമുള്ളപ്പോൾ ബുദ്ധി പുറത്താണ്. വിശ്വാസം എന്താണ്? ബുദ്ധിയെ പൂട്ടിയിടുകയാണ്. ബുദ്ധിയുടെ അവസാനമാണ് വിശ്വാസം. വിശ്വാസത്തിനെ പുറത്താക്കിയാലേ ബുദ്ധിക്ക് സ്ഥലമുള്ളൂ. വിശ്വാസം എന്ന് വെച്ചാൽ ബുദ്ധി അവസാനിച്ചു, ചിന്ത അവസാനിച്ചു. നിങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ വിശ്വസിച്ചു, അതോടുകൂടി എൻ്റെ ബുദ്ധി അവസാനിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും ആരോടും ഗുരു പ്രചരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഗുരു പറയുന്നത് വിശ്വസിക്കണം എന്നല്ല, സ്വീകരിക്കണം എന്നല്ല, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളെയും പഠിക്കണം എന്നാണ് ഗുരു പറയുന്നത്. പഠിച്ചിട്ട് നമ്മൾ അതിൽ കാണുന്ന നന്മ, അതാണ് ഗുരു ചെയ്യുന്നത്. എല്ലാ മതങ്ങളെയും പഠിക്കുന്നു. ഒരു കൂട്ടം യൂറോപ്യൻ പാതിരിമാർ ആശ്രമത്തിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ മതത്തിനെ ഗുരുവിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരു പറയുന്നു, വരൂ പഠിപ്പിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയും, ഞങ്ങൾ വന്ന് പഠിപ്പിച്ചാൽ ഗുരു ഞങ്ങളെ പുറത്താക്കും എന്ന് പറയുന്നു. ഗുരു പറഞ്ഞില്ല, നിങ്ങൾ വന്ന് എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലും, അല്ലാതെ പഠിപ്പിച്ചാൽ അല്ല തല്ലുന്നത് എന്ന് ഗുരു പറഞ്ഞു. അപ്പം എല്ലാം പഠിക്കണം, ആഴത്തിൽ പഠിക്കണം എന്ന് വളരെ വളരെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയ ഒരു ഗുരുവാണ് നമ്മളോടും പറയുന്നത്. എല്ലാ മതങ്ങളെയും പഠിക്കണം, അതിൽ കാണുന്ന നന്മ. രണ്ടാമത്, അതിൽ കാണുന്ന നന്മ നമ്മൾ ഉൾക്കൊള്ളണം. 3, അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം. ആ മതങ്ങളെ പഠിക്കുന്ന എങ്ങനെയാണ്? വ്യക്തികളിൽ നിന്നാണ് പഠിക്കുന്നത്. ഗുരു ക്രിസ്ത്യാനിറ്റി പഠിക്കുന്നത് ബൈബിൾ വായിച്ചിട്ട് മാത്രമല്ല, ക്രിസ്ത്യൻസിനോട് സംസാരിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതം നിലനിൽക്കുന്നത് വ്യക്തിയുടെ വിശ്വാസത്തിലും വ്യക്തിയുടെ അഭിപ്രായത്തിലുമാണ്. അതാണ് ഗുരു പഠിക്കുന്നത്. അപ്പം ഈ ഒരു അപ്രോച്ച്, എല്ലാ മതങ്ങളുടെ മതസ്വാതന്ത്ര്യം ഞാൻ അംഗീകരിക്കണം, എല്ലാ മതങ്ങളെയും പഠിക്കണം, എല്ലാ മതങ്ങളെയും കാണുന്ന നന്മ ഞാൻ ഉൾക്കൊള്ളണം, അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം. ഡിഫറൻസസ് ഉണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത്
സമഭാവത്തോടുകൂടിയും സമബുദ്ധിയോടുകൂടിയും അതിന് ഒരു സമാധാനം കാണണം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഗുരു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അവസാനം ഗുരു മൗനം പാലിച്ചു. ആ കോൺഫറൻസ് മുഴുവൻ അവസാനം മാത്രമാണ് ഗുരുവിൻ്റെ ഒരു സന്ദേശം വന്നത്. ആ സന്ദേശത്തിൽ ഗുരു ഒരാശയം മാത്രമേ പറയുന്നുള്ളൂ. എന്താണ്? ഞാൻ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടു, എല്ലാ മതങ്ങളുടെയും പ്രസംഗങ്ങൾ കേട്ടു. മതങ്ങൾ തമ്മിൽ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. മതങ്ങൾ തമ്മിൽ ക്ലേശിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗുരു പറയുന്നു. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മതത്തിൻ്റെയും പരമ ഉദ്ദേശ്യം, സാരം എന്നല്ല, ക്ഷമിക്കണം, പരമ ഉദ്ദേശ്യം ഒന്നാണ് എന്നാണ് ഗുരു പറയുന്നത്. എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണെന്ന് എന്താണ്? എല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മോക്ഷം, ദൈവവുമായിട്ടൊരു ഒരു റിയലൈസേഷൻ ഇല്ല, എന്തെങ്കിലും ഒരു ബോധം, അതാണ് എല്ലാ മതവും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും എല്ലാ തരത്തിലുള്ള ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അപ്രോച്ചസിൻ്റെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. മനുഷ്യന് സുഖമില്ലാത്ത മനുഷ്യന് സുഖം പ്രാപിക്കണം. അവരുടെ മാർഗങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ ആലോപ്പതിക്കാർ ഈ ഹോമിയോപ്പതിക്കാരുടെ അപ്രോച്ച് വ്യത്യസ്തമായതുകൊണ്ട് അവരെ അടിച്ചു കൊല്ലുന്നില്ല, ആയിട്ട് ക്ലേശിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? ഈ ഗുരുവിൻ്റെ അപ്രോച്ച് പോലെ അവർ പരസ്പരം പഠിക്കുന്നു. ത്യാജ്യഗ്രാഹ്യ വിവേചനത്തിനോട് പഠിച്ചിട്ട് അതിൽ നന്മ ഉൾക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതല്ലേ ചെയ്യുന്നത്? അതുപോലെയാണ് ഗുരുവും പറയുന്നത്. എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്, ഏതെങ്കിലും തരത്തിലുള്ള മോക്ഷം. അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ ക്ലേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഗുരു പറയുന്നു. അപ്പം ഇതെന്താണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അവസാനം ഗുരു പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഗുരു പറയുന്നു, ഈ ജാതി ഭേദമില്ല, എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശ്യം ഒന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ക്ലേശം, സംഘർഷത്തിൻ്റെ കാരണം ആധ്യാത്മികമല്ല എന്നാണ് ഗുരു പറയുന്നത്. ആധ്യാത്മികമായി യാതൊരു ക്ലേശത്തിനും കാരണമില്ല എന്നാണ് ഗുരു പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ക്ലേശം പൊളിറ്റിക്കലാണ്, സോഷ്യലാണ്, ഇക്കണോമിക്കാണ്, പക്ഷേ ആധ്യാത്മികമല്ല. അപ്പോൾ ഇത് എൻജിനീയർഡ് കോൺഫ്ലിക്റ്റ് ആണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയൊരു ഗുരുവായ ഗുരു പറയുന്നു, ആളുകൾ തമ്മിൽ മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ സംഘർഷം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഗുരു പിന്നെ പറയുന്നു, ഒന്നും നിഷേധിക്കാത്ത ഗുരു പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഗുരു പറയുന്നു ഇതേ സംവാദത്തിൽ, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും റാഡിക്കൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഹിന്ദു ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് നാരായണ ഗുരുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അംബേദ്കർ പറഞ്ഞു ഇതിൽ പ്രശ്നങ്ങളുണ്ട്, ഇതിനെ പരിഹരിക്കണം, ഇതിനെ റിഫോം ചെയ്യണം, ഇതിനെ വിടണം. പക്ഷെ ഗുരു പറഞ്ഞു ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് പറയുന്നു? ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എന്ന് വെച്ചാൽ അത് സുപ്രധാനമാണ്. ഗുരു പറയുന്നത് ഹിന്ദു എന്ന് പറഞ്ഞാൽ 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറഞ്ഞു. ആദ്യം ഈ രാജ്യത്ത് താമസിക്കുന്ന നിവാസികളുടെ ഒരു വിവരണമായിരുന്നു. പുറത്തുള്ള ആൾക്കാർ, ഇവിടെ താമസിക്കുന്ന ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിരുന്നു. സിന്ധു നദി കാരണം എന്തെങ്കിലും കാരണവശാൽ. ആക്ച്വലി ഹിന്ദു എന്ന് പേർഷ്യനിലുള്ള വാക്ക് കറുത്തതെന്നാണ്. 19ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു പേർഷ്യൻ പോയട്രിയിൽ ഒരു സ്ത്രീയുടെ മുഖത്തുള്ള ഒരു മുഖക്കുരുവിനെ, കറുത്ത മുഖക്കുരുവിനെ ഹിന്ദു മുഖക്കുരു എന്നാണ് പേർഷ്യനിൽ പറയുന്നത്. പക്ഷേ ഹിന്ദു എന്ന് വെച്ചാൽ കറുത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്കായിരുന്നു. ഇവിടെ കറുത്ത ആൾക്കാരുണ്ട്, അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ കറുത്ത ആൾക്കാർ എന്നുള്ള അർത്ഥമായിരുന്നു എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. പക്ഷേ അത് ഗുരു പറയുന്നത് 1925 ആയപ്പോഴത്തേക്ക് പല ആൾക്കാരും ഈ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം, ജൈനിസം, സിഖിസത്തിൽ പെടാത്ത ഈ അഞ്ച് മതങ്ങളിൽ പെടാത്ത ആൾക്കാർ പലരും ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഗുരു ഇതിനെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന്
ഹിന്ദു എന്ന് പറഞ്ഞാൽ 11 മതങ്ങളുടെ പൊതുപേരാണെന്ന് പറഞ്ഞു. ആ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്തു. എന്തൊക്കെയാണ്? പൗരാണിക മതം, വൈദിക മതം, വൈഷ്ണവ മതം, ശൈവ മതം, അദ്വൈത മതം, ദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ശാക്തേയ മതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസ മതം. 11 മതങ്ങളെ നെയിം ചെയ്തു ഗുരു. എന്ന് പറഞ്ഞാൽ ഈ 11 മതങ്ങളുടെ പൊതുപേരാണ് ഹിന്ദു. പക്ഷെ ഈ 11 മതങ്ങളിൽ പുറത്തുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പേരാണ്, പൊതുപേരാണ്. അപ്പം സെമിറ്റിക് മതം എന്ന് നമ്മൾ പറഞ്ഞാൽ ക്രിസ്ത്യൻ, ഹിന്ദു ആൻഡ് ജൂ, ഈ 3 മതങ്ങളുടെ പൊതുപേരാണ് സെമിറ്റിക് എന്ന് നമ്മൾ പറയുന്നത്. ഈ മതങ്ങളിൽ പെട്ടവർക്ക് ഞാൻ സെമിറ്റിക് മതങ്ങളിൽ, സെമിറ്റിക് എൻ്റെ മതമാണെന്ന് പറയാൻ ഒക്കില്ല, പക്ഷെ എൻ്റെ മതം സെമിറ്റിക് ഗ്രൂപ്പിൽ പെടുന്നു, അതിൻ്റെ പൊതുപ്പേര് സെമിറ്റിക് ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അതുപോലെ ഗുരു പറയുന്നു ഈ 11 മതങ്ങൾ തമ്മിലും സാമാന്യതകളുണ്ടെങ്കിലും വിഭിന്നതകളുണ്ട്, വളരെ വലിയ വിഭിന്നതകളുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു മതമായി കരുതാൻ ഒക്കില്ല. വ്യത്യസ്ത മതങ്ങളാണ്. അദ്വൈതവും ദ്വൈതവും വിശിഷ്ട അദ്വൈതവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്, സാമാന്യതകളുണ്ടെങ്കിലും. അപ്പം ഈ മതങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പെട്ട ഒരാൾക്ക് മാത്രമേ പറയാൻ ഒക്കുള്ളൂ ഹിന്ദു എന്നുള്ള ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് നെയിമാണ്, മതത്തിൻ്റെ ഗ്രൂപ്പ് നെയിമാണ് ഹിന്ദു. എൻ്റെ മതം ആ ഗ്രൂപ്പ് നെയിമിൽ പെടുന്നു എന്ന് പറയാം എന്ന് ഗുരു പറഞ്ഞു. അപ്പം ഈ 11 മതങ്ങൾ എല്ലാം ആര്യൻ ബ്രാഹ്മണിക്കൽ മതങ്ങളാണ്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞു, എല്ലാം ആര്യൻ ബ്രാഹ്മണിക്കൽ മതങ്ങളാണ്. അതിൽ ഈ രാജ്യത്തെ 95% ആൾക്കാർക്ക് ഇടമില്ല. നമ്മളത് അവിടെ കയറാൻ പാടില്ല, അതിൻ്റെ ശാസ്ത്രം വായിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അതിൻ്റെ അമ്പലങ്ങളിൽ അതിന് പൂജ ചെയ്യാൻ പാടില്ല. നമുക്കതിൽ തുല്യസ്ഥാനമില്ല, തുല്യതയില്ലാത്തൊരു മതങ്ങൾ. അപ്പം ഈ മതങ്ങൾ നമുക്ക് ഇടമില്ല. ഇടമുള്ളവർക്ക് പറയാം ഞാൻ ഈ വൈഷ്ണവൈറ്റാണ്, അതുകൊണ്ട് എൻ്റെ മതത്തിൻ്റെ ഞാൻ ഈ ഹിന്ദു ഫാമിലിയിൽപ്പെട്ട ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറയാം. അങ്ങനെ ആയിരുന്നു പറയുന്നത്. പക്ഷേ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് വിദൂരമായി എവിടെയെങ്കിലും നിന്ന് ഞാൻ വൈഷ്ണവൈറ്റാണ്, പക്ഷെ എനിക്ക് അവിടെ സ്ഥാനമില്ല, അത് ഒന്ന് ശാസ്ത്രങ്ങൾ വായിക്കാൻ ഒക്കില്ല, അമ്പലത്തിൽ കയറാൻ ഒക്കില്ല, പൂജിക്കാൻ ഒക്കില്ല, പക്ഷെ ഞാൻ ഇത് വിഷ്ണുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞ് നിൽക്കണമെങ്കിൽ നമുക്ക് നിൽക്കാം. ഗുരു അതിനെതിർ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. പക്ഷെ ഗുരു ഈ പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്, ഈ രാജ്യത്തുള്ള 90% ആൾക്കാരുടെ ആധ്യാത്മികതയുടെ പേര് പിന്നെ എന്താണ്? ഹിന്ദു അല്ലെങ്കിൽ എന്താണ്? 80% വരുന്ന ആൾക്കാരുടെ മതത്തിൻ്റെ പേര് ഹിന്ദു അല്ല എന്ന് ഗുരു പറയുന്നു. പിന്നെ എന്താണ് നമ്മുടെ ആധ്യാത്മികത? എന്താണ്? നമ്മൾ കാണുന്ന എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കും. ആദ്യം വൈഷ്ണവ അമ്പലത്തിൽ പോവും, പിന്നെ ശൈവ അമ്പലത്തിൽ പോവും, പിന്നെ കൃഷ്ണൻ കോവിലിൽ പോവും, പിന്നെ മറ്റേ ചാത്തൻ കോവിലിൽ പോവും, എല്ലായിടത്തും പോവും. ഒരു മോസ്ക് കണ്ടാൽ പ്രാർത്ഥിക്കും, ഒരു ചേർച്ച് കണ്ടാൽ പ്രാർത്ഥിക്കും, മരം കണ്ടാൽ പ്രാർത്ഥിക്കും, നമ്മളെല്ലാം ചെയ്യും. ഇതാണ് നമ്മുടെ ആധ്യാത്മികത. ഈ ആധ്യാത്മികതയിൽ യാതൊരു പ്രശ്നവുമില്ല. ഇതൊരു നല്ല ആധ്യാത്മികതയാണ്, ഒരു തുറന്ന ആധ്യാത്മികതയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു വിശേഷത എന്താണ്? ഓരോ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് എൻ്റെ ദൈവസങ്കല്പം എന്താണ്, എനിക്ക് ദൈവികമായുള്ളത് എന്താണ്, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എൻ്റെ ആചാരം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയാണ്. അല്ലാതെ ഒരു പൗരോഹിതനോ ഒരു വേദങ്ങളോ ഒരു ഹോളി ബുക്സോ അല്ല, ഖുറാനോ ബൈബിളോ അല്ല. നമ്മൾ ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കുന്നത്. അങ്ങനത്തെ ഒരു മതത്തിൻ്റെ അപ്രോച്ച് എന്താണ്? ഇപ്പോൾ ഗുരു പറയുന്നു അങ്ങനത്തെ ഒരു മതത്തിൻ്റെ അപ്രോച്ചിന് വ്യക്തിമതമാണ്. വ്യക്തിമതം അതിന് പൊതുപേരില്ല. അതിൻ്റെ പൊതുപേര് ഹിന്ദു അല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ സെമൈറ്റിക് ആണെന്ന് പറയുന്ന പോലെയാണ്. ഞാൻ മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, ഞാൻ മോസ്ക് കണ്ടാൽ തൊഴും, പള്ളി കണ്ടാൽ തൊഴും, സിനഗോഗ് കണ്ടാൽ തൊഴും, അതുകൊണ്ട് ഞാൻ സെമിറ്റിക് ആണെന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. ഞാൻ ഒരു മതത്തിൻ്റെ അംഗമാകണം, എന്നാലേ സെമിറ്റിക് ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. ഞാൻ വൈഷ്ണവൈറ്റ്, ശൈവൈറ്റ്, വൈദിക് റിലിജൻ അല്ലെങ്കിൽ സാക്തേയ റിലിജൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എനിക്ക് പറയാം എൻ്റെ മതം, ഞാൻ ഈ സാക്തേയ മതത്തിൻ്റെ അംഗമാണ്, എൻ്റെ മതം ഈ ഹിന്ദു ഗ്രൂപ്പിൽപ്പെട്ടാണെന്ന് പറയാം. നമുക്കത് പറയാൻ ഒക്കില്ല. ഈ കാണുന്നതെല്ലാം തൊഴുന്ന നമ്മൾ ഹിന്ദുക്കളല്ല എന്നാണ് ഗുരു പറയുന്നത്. അവിടെയാണ് ഗുരു പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർ, ഈ വ്യക്തിമതങ്ങളിൽ വിശ്വസിക്കുന്ന,
അപ്പോൾ ഗുരു പറയുന്നു അന്ന് 20 കോടി ഹിന്ദുക്കളുണ്ട്, സോക്കോൾ ഹിന്ദുക്കളുണ്ട്. ഗുരു പറയുന്നു ഈ 20 കോടി ഹിന്ദുക്കളുടെ മതം, ഈ 20 കോടി ജനങ്ങളുടെ മതം ഒരു മതമല്ല, ഹിന്ദു മതമല്ല. 20 കോടി മതങ്ങളുണ്ടെന്ന് ഗുരു പറയുന്നു. 20 കോടി മതങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ മതസങ്കല്പമുണ്ട്. ഓരോ വ്യക്തിക്കും 20 കോടി മതങ്ങളുണ്ടെന്ന് ഗുരു പറയുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ആധ്യാത്മികത, ഓരോ വ്യക്തിക്കും ഹൃദയം നിറയുന്നത് വരെ എന്തിലും വിശ്വസിക്കാം, എന്ത് പൂജയും ചെയ്യാം, എന്തും ആചരിക്കാം. കുട്ടിച്ചാത്തനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും വേദങ്ങളിലാണെങ്കിലും എന്തിലും വിശ്വസിക്കാം. ഇതൊന്നും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. എല്ലാം അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം റിജക്റ്റ് ചെയ്യാം, നിരീശ്വരവാദിയാകാം. ഇങ്ങനത്തെ ഒരു ആധ്യാത്മികതയുടെ അപ്രോച്ചിൻ്റെ പേരെന്താണ്? ഹിന്ദു അല്ല. അവിടെയാണ് ഗുരു പറയുന്നത്. 2-3 പേര് സജസ്റ്റ് ചെയ്തിട്ട് അവസാനം ഗുരു പറയുന്നു മാനവധർമ്മം എന്നാണ് ആ പേരെന്ന് പറയുന്നത്. മനുഷ്യന്റെ ധർമ്മം. ഓരോ വ്യക്തിക്കും ഉചിതമാണ് എന്ന് കരുതുന്ന ആ വ്യക്തി കൺട്രോൾ ചെയ്യുന്ന ആധ്യാത്മികതയുടെ പേരാണ് മാനവധർമ്മം. അതിൽ നിന്നൊരു റെസ്പോൺസിബിലിറ്റി വരുന്നു. ധർമ്മം എന്ന് വെച്ചാൽ ധാരയത്തി ഇതി ധർമ്മ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ ധർമ്മം എന്താണ്? ഈ ഗുരു പറഞ്ഞതാണ്. എന്താണ് ഗുരു പറഞ്ഞത്? എല്ലാ ആദ്യം നമ്മൾ മതങ്ങൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ തന്നെ ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് അവരുടെ മതം എന്താണ് എന്നുള്ളതാണ് ആദ്യം ഈ മാനവധർമ്മത്തിൻ്റെ ആദ്യത്തെ റിക്വയർമെൻറ്റ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നമ്മൾ എല്ലാ മതങ്ങളെയും താജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം എന്നുള്ള റിക്വയർമെൻറ്റ്. അതിൽ നമ്മൾ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, സ്നേഹപൂർവ്വം പങ്കുവെക്കണം. മതദ്വേഷം പാടില്ല, ജാതി ദ്വേഷം പാടില്ല, അനുകമ്പ വേണം, സ്നേഹം വേണം, സാഹോദര്യം വേണം. ഇങ്ങനത്തെ ഒരു ആധ്യാത്മികത ഉള്ള ആൾക്കാരുടെ മതം അവരുടെ വ്യക്തി മതമാണ്. പക്ഷെ അവരുടെ പൊതുപ്പേര്, ആ മതത്തിൻ്റെ പൊതുപ്പേര് മാനവധർമ്മം എന്നാണ്. ഈ മാനവധർമ്മം എന്നുള്ള സങ്കല്പത്തിൻ്റെ ശക്തി ആരെയും ഇതിൽ നിന്നും പുറന്തള്ളാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ വ്യക്തിയും, ഏത് മതത്തിൽ പെടുന്ന വ്യക്തിക്കും ഈ പൊതുപ്പേര് തുറന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ശക്തി, ഗുരുവിൻ്റെ വാക്കിൻ്റെ ശക്തി ഞാൻ കണ്ടത് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ. ഇങ്ങനെ വിവരണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വളരെ എഡ്യൂക്കേറ്റഡും വളരെ ബ്രില്യൻറ്റുമായിട്ടുള്ളൊരു മുസ്ലിം വനിത, ഒരു PhD സ്കോളർ, അവർ എണീറ്റ് നിന്നു. അവർ ഹിജാബ് ഇട്ടിരിക്കുന്നു, ഒരു ഡിവോട്ട് മുസ്ലിമാണ്. അവർ പറഞ്ഞു ഞാനും ഈ മാനവധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗുരുവിൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തി എനിക്ക് ശരിക്കും മനസ്സിലായത്. ആ മുസ്ലിമിന് ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ നിർബന്ധിക്കുന്നു ചിലർ, പക്ഷെ അത് പറ്റില്ല. ഞാൻ ഈഴവയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ എല്ലാവരെയും കോർക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണ് മാനവധർമ്മം. നമ്മുടെ മതം ഏതായാലും മറ്റുള്ള മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, പഠിക്കണം, അതിൽ നിന്നുള്ള നന്മ ഉൾക്കൊള്ളണം. ഗുരു വ്യക്തിപരമായി ചെയ്തതുപോലെ സ്വന്തം വിശ്വാസമല്ല സുപ്രധാനം, മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ എങ്ങനെ ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, സമാധാനപൂർവ്വം നമ്മൾ സമീപിക്കും എന്നുള്ള സങ്കല്പമാണ് അതിൽ വിശ്വസിക്കുന്ന ഒരു ആധ്യാത്മിക അപ്രോച്ചാണ് മാനവധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. ശ്രീനാരായണ മാനവധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ ഗുരു പറയുന്നു ഈ മതങ്ങൾ തമ്മിൽ ക്ലേശിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും പരമ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നമ്മളിത് രാഷ്ട്രീയമായി, നാഷണലിസവുമായി എല്ലാം കോർത്ത് ഒരു അവിയലാക്കി ഇതിനെ മതമാണെന്ന് പറഞ്ഞ് നമ്മൾ ആളുകളെ ഫീഡ് ചെയ്യാണ്. പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയാണ്. അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു എന്നുള്ള ഒരു വാക്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു ഭാഗം മാത്രം. ആദ്യം ഇത് മതമല്ലായിരുന്നു, ഗുരു പറഞ്ഞതുപോലെ എല്ലാവരും അത് അംഗീകരിക്കുന്നു. പിന്നെ ഒരു സമയം വന്നു മുതൽ എന്നുള്ള മതം വെറും അപ്പർ കാസ്റ്റ് ഹിന്ദു, സോ കോൾഡ് അപ്പർ കാസ്റ്റ് ഹിന്ദുവിൻ്റെ മാത്രം വിവരണമായി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 മുതൽ 50 വരെയുള്ള 47 ഉൾപ്പെടെ സമയങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റ് ഹിന്ദു മാത്രമാണ് ഹിന്ദു ആയിരുന്നത്. നമ്മളെല്ലാവരും ഔട്ട് ഓഫ് കാസ്റ്റ്.
നമുക്ക് കാസ്റ്റ്, അവർക്കേ കാസ്റ്റ് ഉള്ളൂ, ജാതി 4 ഉള്ളൂ. അത് ഈ കാസ്റ്റ് ഹിന്ദുസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ കാസ്റ്റ് ഹിന്ദുസ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഔട്ട് കാസ്റ്റ് എന്നും കാസ്റ്റ് ഹിന്ദുസ് എന്നും. അതായത് ഹിന്ദുസ് അവരാണ്, കാസ്റ്റ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കാസ്റ്റ് ഹിന്ദു ആണെന്ന് പറഞ്ഞിരുന്നതിന് എനിക്ക് തല്ല് കിട്ടിയേനെ. ഇന്നെന്താണ്? ഇന്ന് നമ്മൾ ഹിന്ദുവായി, നമ്മുടെ സമുദായം കാസ്റ്റുമായി. ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളായത്. ഗുരു പറയുന്നു ജാതിയില്ല, വർണ്ണമില്ല, മതം വ്യക്തിപരമാണ്. പിന്നെ എന്താ ബാക്കി വരുന്നത്? ജാതി പുറത്തായി, മതം പുറത്തായി, ബാക്കി വരുന്നത് എന്താണ്? വർണ്ണം പുറത്തായി, ബാക്കി വരുന്നത് സമുദായം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് സമുദായം ശക്തമായിരുന്നു, മതം വളരെ വീക്കായിരുന്നു, റിലീജിയസ് ഐഡന്റിറ്റി വീക്കായിരുന്നു, വളരെ ഹാർഡ് ടു ഡിഫൈൻ ആയിരുന്നു. പല ആൾക്കാരും പല മതങ്ങൾ, ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പല മതങ്ങളിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുകയാണ്. സമുദായത്തിനെ വീക്കാക്കി മത ഐഡന്റിറ്റിയെ, മതസ്വത്വത്തിനെ വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് അധികാരം നേടുകയും നിലനിർത്തുകയും ചെയ്യുകയാണ്, മതസ്വത്വത്തിനെ ഉപയോഗിച്ച് മാത്രം. ഈ ഹിന്ദു നമ്മളെങ്ങനെ ഹിന്ദുക്കളായി? ആദ്യം നമ്മൾ കാസ്റ്റ് ഹിന്ദു അല്ല, നമ്മൾ അതിൻ്റെ പുറത്താണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. സെൻസസിൽ പറഞ്ഞു ഈ നാല് മതങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ്, 5 മതങ്ങൾ. ഈ 5 മതങ്ങളുടെ പുറത്തുള്ളവരെല്ലാവരെയും ഹിന്ദുക്കളായിട്ട് സെൻസസിൽ ഉൾപ്പെടുത്തി. നമ്മളാരും ചോദിച്ചില്ല, അതൊരു മതമാണ്. നമ്മളോട് ചോദിക്കാതെ നമ്മുടെ മതം ഹിന്ദു ആക്കി. നമ്മുടെ സമുദായങ്ങളെ ജാതിയാക്കി, കാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഹിന്ദുവായി, കാസ്റ്റുമായി, സെൻസസിലൂടെ. ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുത്വം സെൻസസ് ഉണ്ടാക്കിയ ഒരു മതമാണ്. മറ്റ് മതങ്ങൾ ഒരു പ്രവാചകൻ ഉണ്ടാക്കുന്നു, ഒരു പുസ്തകം ഉണ്ടാക്കുന്നു, ഒരു ഹോളി ബുക്ക് ഉണ്ടാക്കുന്നു, അതിനെ സർക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ സർക്കാർ ഒരു മതത്തിനെ ഉണ്ടാക്കുകയാണ് സെൻസസിലൂടെ, കോടതിയിലൂടെ. എന്നിട്ട് ആ മതത്തിൻ്റെ തിയോളജിയും ഹോളി ബുക്സും പിന്നെ ഉണ്ടാക്കുകയാണ്. ഇന്നലെ വരെ ഭഗവത്ഗീത ഇല്ലായിരുന്നു, ഇന്നിപ്പോൾ ഭഗവത്ഗീതയും അകത്ത് വന്നു. എത്രയോ ബുക്കുകൾ വരുന്നു. ശ്രീരാമൻ ഇപ്പോൾ ഒരു ദൈവമായി. ഇപ്പം ഇതൊക്കെ ഈ ആദ്യം സർക്കാർ ഒരു മതത്തിനെ ഉണ്ടാക്കുന്നു, പിന്നെ സർക്കാർ തന്നെ അതിൻ്റെ ദൈവങ്ങളെയും അതിൻ്റെ ശാസ്ത്രങ്ങളെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് ഈ 11 ഗ്രൂപ്പ് ഓഫ് 11 റിലിജൻസ്, G11 എന്നാണ് ഞാൻ പറഞ്ഞത്, G11. ഈ 11 മതങ്ങൾക്ക് അവർക്ക് മതമുണ്ട്, അവരുടെ ഗ്രൂപ്പ് പേരാണ് ഹിന്ദു. അതിൽ പ്രശ്നമില്ല, അവരതിൽ ഇരുന്നോട്ട്, നമുക്കൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ എൻ്റെ മതം ഹിന്ദു എങ്ങനെയായി? അത് സെൻസസാണ് ആക്കിയത്, കോടതിയാണ് ആക്കിയത്. അവർ പിന്നെ എന്നോട് പറയാണ് നിന്റെ ദൈവം ഇതാണ്, നിന്റെ ഹോളി ബുക്ക് അതാണ്. സർക്കാരിലൂടെ ഹിന്ദു ആക്കിയിട്ട് പിന്നെ മറ്റുള്ളവർ, ആധ്യാത്മിക ഗുരുക്കൾ എന്നോട് പറയാണ് ഇതൊക്കെ നിന്റെ ബുക്കുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദു സ്വത്വത്തിൻ്റെ വലിയ അപകടം ആദ്യം കണ്ടത് നാരായണ ഗുരുവാണ്. RSS ഉദ്ഘാടനം ചെയ്തതിൻ്റെ 11ാം ദിവസമാണ് നാരായണ ഗുരു ഈ സംവാദം പബ്ലിഷ് ചെയ്യുന്നത്. ഒന്നിനെയും നിഷേധിക്കാത്ത ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ അപകടം കണ്ടു. ഇതൊരു മതമല്ല, ഇത് അവരുടെ മതമാണ്, പക്ഷെ നമ്മുടെ മതമല്ല, പൊതുജനങ്ങളുടെ മതമല്ല. അവരുടെ ആധ്യാത്മികതയെ പ്രിസർവ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കൺവേർഷൻ മാനവധർമ്മം എന്ന് ഗുരു പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുപ്പേരാണ്, ആധ്യാത്മികത പൊതുപ്പേരാണ് മാനവധർമ്മം. വ്യക്തികൾ വിശ്വസിക്കുന്ന മതങ്ങൾ, വൈവിധ്യമുള്ള അനേകം മതങ്ങളുള്ള ഒരു ആധ്യാത്മിക അപ്രോച്ച്. ആ മാനവധർമ്മത്തിൽ നിന്നും ഈ G11 ആയ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ ഒരു പൊതുപ്പേരായ ഹിന്ദുവിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാണ്. വേദങ്ങളിൽ വിശ്വസിപ്പിക്കുന്നു, അത് ഗുരുവിനെയും ഉപയോഗിച്ച് അത് ചെയ്യാണ്.
ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഗുരു സംസാരിച്ചത് നമ്മളോട് സാധാരണക്കാരോടാണ്. ഒരാൾ വ്യാഖ്യാനം വേണം ഗുരുവിൻ്റെ എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു വ്യാഖ്യാനമൊന്നും വേണ്ട, വായിക്കാൻ പറഞ്ഞു. ഗുരുവിനെ മനസ്സിലാക്കാൻ സംസ്കൃതം അറിയേണ്ട ആവശ്യമില്ല. ഗുരുവിനെ മനസ്സിലാക്കാൻ വേദങ്ങളും ഉപനിഷത്തും ശാസ്ത്രങ്ങൾ അറിയേണ്ട ഒരാവശ്യവുമില്ല. ഗുരുവിൻ്റെ വാക്കുകൾ മാത്രം നേരിട്ട് പഠിച്ചാൽ മതി. വേറെ ഒന്നും വായിക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാവും മനസ്സിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, എല്ലാം ഗുരുവിനെ ഋഷിയാണോ ഗുരു അവതാരമാണോ എന്ന് നാഗ്പൂരിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. ഗുരുവിനെ മറ്റൊരു ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് 11 പൊതുപ്പേരായ മതത്തിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഗുരു ആണെങ്കിൽ നമ്മളോട് നേരിട്ട് ചില പരമസത്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരോട് നേരിട്ട് പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് വായിക്കണം, നേരിട്ട് മനസ്സിലാക്കണം. അതിന് മാർഗങ്ങളുണ്ട്. ഈ സന്ധി ബ്രേക്ക് ചെയ്ത ടെക്സ്റ്റ് ഇൻ്റർനെറ്റിൽ കിട്ടും, അത് കാണുക. അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അതെടുക്കുക. സംസ്കൃതം അറിയില്ലെങ്കിൽ സംസ്കൃതം ഡിക്ഷണറി പോയി സംസ്കൃത വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുക. മലയാളം വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ മലയാളം ഓൺലൈൻ ഡിക്ഷണറി പോയിട്ട് അതിൻ്റെ വാക്കുകൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ആ പ്രക്രിയ കഴിഞ്ഞിട്ട് ഗുരുവിനെ നേരിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഗുരുവിനെ നേരിട്ട് വായിച്ചാൽ ഗുരുവിനെ നമുക്ക് ഓരോരുത്തരും നമ്മളുടെ രീതിയിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ മതം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും, ശ്രീനാരായണീയരായ നമ്മൾ ഓരോരുത്തരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കുടുംബമായി ഇരുന്നിട്ട് ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു 4 വരി എടുത്ത് ഡിക്ഷണറിയിൽ നോക്കി അതിന് ഒരു വ്യാഖ്യാനവും നോക്കരുത്. ഇവിടെ എല്ലാം നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. പെയ്ഡ് ഏജൻസ് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഈ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ. നമ്മൾ തന്നെ വായിക്കണം, തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് അത് സ്നേഹപൂർവ്വം ഗുരുവിൻ്റെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗുരുവിനെയാണ്. ഗുരുവിൽ കാണുന്ന നന്മ നിങ്ങൾ എന്നോടും മറ്റുള്ളവരോടും സ്നേഹപൂർവ്വം പങ്കുവെക്കണം. നമ്മൾ പരസ്പരം ഞാൻ ഇന്ന് ചെയ്തതുപോലെ നിങ്ങളും എന്നോട് പങ്കുവെച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗുരുവിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഗുരുവിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം ഈ മാനവധർമ്മം എന്താണ്? നമ്മളുടെ ആധ്യാത്മികതയെ സംരക്ഷിക്കാനും നമ്മുടെ ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിനെയും സംരക്ഷിക്കാനും ഗുരു തന്ന ഏറ്റവും വലിയൊരു ഫ്രെയിംവർക്കാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, ആരെയും ഒഴിവാക്കാത്ത ഒരു ആധ്യാത്മിക അപ്രോച്ചാണ്. ഈ അപ്രോച്ചാണ് ഈ അപ്രോച്ച് ഈ രാജ്യത്തുള്ള 80 ഞാൻ പറയും 95% മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ആരായാലും 95% ആൾക്കാർ പ്രാവർത്തികമായി ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അവർ സ്വയം മനസ്സിലാക്കുന്നു, സ്വയം പ്രവർത്തിക്കുന്നു, സ്വയം വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഈ വിശ്വാസങ്ങൾ, എല്ലാവർക്കും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുടെ ആധ്യാത്മികതയുടെ പൊതുപ്പേരാണ് ശ്രീനാരായണ മാനവധർമ്മം. ഇത്രയും സമാധാനത്തോടുകൂടി ഇത്രയും നേരം ഇത് സാവകാശം കേട്ട എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.